സിക്സിന്റെ അതിപ്രസരം കൊണ്ട് ഒരു കാലഘട്ടത്തെ മുഴുവൻ രോമാഞ്ചം കൊള്ളിച്ച് സിനിമ ചെയ്യാൻ അങ്ങനെ ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയ നടി സീമയ്ക്ക് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ വീഡിയോയിൽ നടി സീമയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ രണ്ടാം പാർട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഐ.വി. ശശിയുടെ സ്ഥിരം മേക്കപ്പ് മാനായ എം.ഒ. ദേവസ്യ തന്നെയാണ് സീമ എന്ന പുതുമുഖ നായികയുടെ മുഖത്ത് ഭക്തിപൂർവ്വം ചായം തേച്ചത്. അതൊരു കലയാണല്ലോ, അതുകൊണ്ടാണത്. മേക്കപ്പ് ടെസ്റ്റിനും എം.ഒ. ദേവസ്യ തന്നെയായിരുന്നു സീമയെ ഒരുക്കിയതും. പ്രസ്തുത സെറ്റിൽ സീമയ്ക്ക് ഒരാശ്വാസവും പ്രോത്സാഹനവും അദ്ദേഹം തന്നെയായിരുന്നു. ഒരു സ്ത്രീക്ക് വേണ്ട നാണമോ ചമ്മലോ തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സീമ എന്ന നടി ഉണ്ടാവില്ലായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ച അമ്മ ഒറ്റപ്പെട്ടപ്പോൾ അസാമാന്യമായ തന്റേടത്തോടെയാണ് ശാന്തികുമാരി എന്ന പെൺകുട്ടി വളർന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ സഹജമായ വികാരങ്ങൾ അനാവശ്യമായി സൃഷ്ടിക്കാത്ത പ്രകൃതിക്കാരിയായിരുന്നു സീമ. സീമയ്ക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ചമ്മലുമില്ലാതെ അനായാസം എന്ന വേശ്യപ്പെണ്ണായി അഭിനയിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ക്യാമറയ്ക്ക് പുറകിലുള്ള ആൾക്കൂട്ടത്തിന് മുന്നിൽ ഏത് നടിയും ഒന്ന് പതറാൻ സാധ്യതയുള്ള ഒരു സീനായിരുന്നു അത്. ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് പുതപ്പ് മാറ്റി അഴിച്ചിട്ട ബ്ലൗസ് ഊരി ധരിക്കുന്ന രാജി. നഗ്നമായ തന്റെ പുറംമേനി ക്യാമറയ്ക്ക് മുന്നിൽ ബ്രാ പോലുമില്ലാതെ പ്രദർശിപ്പിക്കാൻ നടിയെന്ന് തയ്യാറായി. നിദ്രാവിഹീനമായ തന്റെ രാത്രി കസ്റ്റമറെ പൂർണ്ണതയോടെ തൃപ്തിപ്പെടുത്തി അതിന്റെ പ്രതിഫലവും കൈപ്പറ്റി ജീവിതം തുടങ്ങുന്ന ഒരു വേശ്യയുടെ ഒരു ദിവസത്തിന്റെ തുടക്കം. തഴക്കം വന്ന ഒരു നടിക്ക് പോലും പ്രശസ്തമായ ഈ സീൻ ഇത്ര ലാഘവത്തോടെ ഫലിപ്പിക്കാൻ പറ്റില്ല എന്ന് ചിത്രത്തിന്റെ ക്യാമറാമാനായ വിപിൻ ദാസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രവികുമാർ അഭിനയിച്ച ബാബു എന്ന കോളേജ് കുമാരന്റെ വീട്ടിൽ ഒരു രാത്രി മഴയിൽ നനഞ്ഞു കുതിർന്ന് കയറി വന്ന രാജി. അയാൾ നീരസം പ്രകടിപ്പിച്ചിട്ട് തനിക്കൊന്ന് കുളിച്ച് വസ്ത്രം മാറണമെന്ന് ആവശ്യപ്പെട്ട് ബാത്റൂമിൽ കയറി പകരം ഉടുക്കാൻ മറുതുണി ആവശ്യപ്പെടുന്ന രാജി. അയാൾ കൊടുത്ത ഷർട്ട് മാത്രം ധരിച്ച് സ്ത്രീ സഹജമായ നാണമൊന്നുമില്ലാതെ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഒരു സാധാരണ സ്ത്രീ വേശ്യയായി മാറുമ്പോൾ നഷ്ടപ്പെടുന്ന നാണവും നഗ്നതാ ബോധവും വളരെ അനായാസമായാണ് ആ സീനിൽ സീമ ഫലിപ്പിച്ചത്. സംവിധായകനെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ പുതുമുഖ നടിയുടെ പ്രകടനം. അത് കഴിഞ്ഞ് തീർത്തും സാധാരണമായി നനഞ്ഞൊട്ടിയ ആ ഷർട്ട് ധരിച്ച് ഗേറ്റ് ചാടിയപ്പോൾ ആണി കൊണ്ടു എന്ന് പറഞ്ഞ് കാൽ ഭാഗത്തെ ഷർട്ട് നീക്കി തുടയിൽ കൊണ്ട പാട് നിഷ്കളങ്ക ഭാവത്തോടെ കഥാപാത്രമായ ബാബുവിനെ കാണിക്കുന്ന രാജി. അപ്പോഴൊന്നും താൻ വിലപേശി വിൽക്കാനുള്ള കാമം രാജി അവിടെ പ്രകടമാക്കുന്നില്ല. സംവിധായകന്റെ നിർദ്ദേശാനുസരണം വളരെ പാകതയോടെയാണ് സീമ എന്ന നടി അവിടെ പെർഫോം ചെയ്തത്. ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ ഷർട്ടിട്ട് നിൽക്കുന്ന ആ പോസ്റ്റർ തന്നെയായിരുന്നു ഏറെ ശ്രദ്ധ നേടിയതും. രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല, രജനീ കദംബങ്ങൾ മിഴിചിമ്മിയില്ല എന്ന ഗാന ചിത്രീകരണം സംവിധായകന്റെ ഒരു മാസ്റ്റർ പീസ് വർക്കായിരുന്നു. സീമ എന്ന നർത്തകിയെ ശരിക്കും ജനഹൃദയങ്ങളിലെത്തിച്ച ഒരു ഗാന ചിത്രീകരണമായിരുന്നു അത്. സംവിധായകൻ തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു കോസ്റ്റ്യൂമായിരുന്നു അത്. സീമ എന്ന 26-കാരിയുടെ ശരീരവടിവും തുടുത്തു കൊഴുത്ത മാദക ഭംഗിയും ആഭാസമാകാത്ത വിധം അവതരിപ്പിക്കാൻ സംവിധായകൻ ഐ.വി. ശശിക്ക് സാധിച്ചു. സീമ നല്ലൊരു നർത്തകി ആയതിനാലാണ് അങ്ങനെയൊരു ഗാനരംഗം തന്നെ താൻ ആലോചിച്ചതെന്ന് പിന്നീട് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഭയങ്കര ഹിറ്റായി തീർന്ന ആ ഗാനത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് കഥ കൂടിയുണ്ട്. അന്ന് വളരെ തിരക്കുള്ള ഗാനരചയിതാവ് ബിച്ചു തിരുമലയെയും സംഗീത സംവിധായകനായ എ.ടി. ഉമ്മറിനെയുമായിരുന്നു ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ സംവിധായകൻ ചുമതലപ്പെടുത്തിയിരുന്നത്. ട്യൂണിട്ട ശേഷം പാട്ട് എഴുതിയാൽ മതി എന്നായിരുന്നു സംവിധായകന്റെ താല്പര്യം. ഗാനരംഗത്തിന്റെ സിറ്റുവേഷനും പ്രാധാന്യവും ഐ.വി. ശശി തന്നെ സംഗീത സംവിധായകനായ എ.ടി. ഉമ്മറിന് വിശദീകരിച്ചു കൊടുത്തു. വിവിധ തരത്തിലുള്ള 7ഓളം ട്യൂണുകൾ എ.ടി. ഉമ്മർ കമ്പോസ് ചെയ്തു ഐ.വി. ശശിയെ കേൾപ്പിച്ചു. പക്ഷേ സംവിധായകന്റെ മനസ്സിലുള്ള വിഷ്വലിനൊപ്പം എത്താൻ ഒരു ട്യൂണിനും സാധിച്ചില്ല. ഒടുവിൽ ഐ.വി. ശശി തന്നെ ഒരു പോം വഴി കണ്ടെത്തി. ഹിന്ദിയിൽ 1977 റിലീസായ സ്വാമി എന്ന ചിത്രത്തിലെ ഹൃദയസ്പർശിയായ ഒരു ഗാനത്തിന്റെ ഡിസ്ക് എ.ടി. ഉമ്മറിനെ ഏൽപ്പിച്ച് ട്യൂണിന് ബിച്ചു തിരുമല പാട്ടെഴുതട്ടെ എന്ന് നിർദ്ദേശിച്ചു. പ്രശസ്ത ട്യൂണിൽ ഒരു മാറ്റവും വരുത്താൻ ഐ.വി. ശശി സമ്മതിക്കാത്തതുകൊണ്ട് ആ ട്യൂണിൽ ഒരു വയലിൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല എന്ന ഗാനത്തിന്റെ റെക്കോർഡിംഗ് എ.ടി. ഉമ്മറിന് നിർവഹിക്കേണ്ടി വന്നു. അന്നത്തെ പോലെ കോപ്പിറൈറ്റ് ആക്ട് അത്ര പ്രശ്നമല്ലാത്തത് കൊണ്ട് ആ ട്യൂൺ മോഷണം അത്ര വിവാദമായില്ല.
ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനനുസരിച്ച് രാജി എന്ന കഥാപാത്രത്തിനോട് ഐ.വി. ശശി എന്ന സംവിധായകന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ഒരു ഘട്ടത്തിൽ സീമയോട് തന്നെ രാജി തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയ കാര്യം സംവിധായകന് തുറന്നു പറയേണ്ടിയും വന്നു. വെറും പുതുമുഖമായ തന്നെ വിശ്വസിച്ച് ഇത്രയും പ്രാധാന്യമുള്ള നായികാവേഷം തന്ന സംവിധായകനോട് സീമയുടെ മനസ്സിലും ഒരുതരം പ്രണയം മുട്ടിട്ടു തുടങ്ങിയ കാലമായിരുന്നു അത്. മറ്റുള്ളവർ കളിയാക്കാനും കുശുകുശുക്കാനും പാകത്തിലുള്ള അഗാധമായ അടുപ്പം ഇരുവർക്കുമിടയിൽ വളർന്നു തുടങ്ങി. പൂക്കാരിത്തെരുവിലെ ഇഡലിക്കച്ചവടക്കാരിയായ വാസന്തിയുടെ മകൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ഭാവിയുള്ള യുവ സംവിധായകൻ എന്ന നിലയിൽ സിനിമയിൽ തനിക്ക് ഇനിയും പലതും നേടാനുണ്ട് എന്ന രീതിയിൽ പലരും ഐ.വി. ശശിയെ ഉപദേശിച്ചു. ഒടുവിൽ ബന്ധം വഷളാവാതിരിക്കാൻ സംവിധായകൻ തന്നെ നടിയോട് ഒരു നിബന്ധന വെച്ചു. തന്നെ ഞാൻ പ്രണയിക്കാം, പക്ഷേ കല്യാണം കഴിക്കില്ല. ആ ഉടമ്പടിക്ക് നടിയും സമ്മതം മൂളി. കാമുകനേക്കാൾ ഉപരി ഒരു ഗുരുവായിട്ടായിരുന്നു നടി സംവിധായകനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നത്. തന്റെ മനസ്സും ശരീരവും പൂർണ്ണമായും നടി സംവിധായകന് അർപ്പിച്ചു. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ ഒരുതരം ലിവിംഗ് ടുഗദർ ബന്ധം ഇരുവരും അതിൽ തൃപ്തി കാണുകയും ചെയ്തു. പടം റിലീസായി. അത് എക്കാലത്തെയും സൂപ്പർ ഹിറ്റായി മാറി. അങ്ങനെ ഒരു പ്രമേയം ഒട്ടും പാളിപ്പോകാതെ സിനിമയാക്കാൻ മിടുക്ക് കാണിച്ച സംവിധായകനെയും രാജി എന്ന വേഷം ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച സീമ എന്ന നടിയെയും വിമർശകർ പോലും പ്രകീർത്തിച്ചു. ഐ.വി. ശശിയോടൊപ്പം തന്നെ സീമയും വളർന്നു. യുവാക്കൾക്ക് ഹരമായി തീർന്ന സീമ എന്ന നടിയുടെ ഡേറ്റിന് വേണ്ടി നിർമ്മാതാക്കൾ ക്യൂ നിൽക്കുന്ന അവസ്ഥയായി. പിന്നീട് ഐ.വി. ശശി ചിത്രങ്ങളിലെ സ്ഥിരം നായികയായി മാറി സീമ. അപ്പോഴും ഇരുവരുടെയും ഇടയിൽ വളർന്ന ബന്ധം ദൃഢമായി തന്നെ വളർന്നു. പ്രണയിക്കാം, കല്യാണം കഴിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു സംവിധായകൻ കോടാമ്പക്കത്ത് പുതുതായി വീടിന്റെ പണി തുടങ്ങി. അത് പൂർത്തിയായാൽ വിവാഹം എന്നതായിരുന്നു പദ്ധതി. ബന്ധുക്കളും കൂട്ടുകാരും സംവിധായകനെ തകൃതിയായി പെണ്ണന്വേഷണം തുടങ്ങി. നടിയിൽ നിന്നും ഒന്നും ഒളിപ്പിച്ചിരുന്നില്ല. പെണ്ണ് കണ്ടുവന്ന വിശേഷങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് തന്റെ കാമുകി കൂടിയായ സീമയോടായിരുന്നു. പെണ്ണ് കണ്ടതൊന്നും സംവിധായകന് പൂർണ്ണമായും തൃപ്തിപ്പെട്ടില്ല. വീടിന്റെ പണി പൂർത്തിയായി താമസം തുടങ്ങി. അപ്പോഴാണ് സംവിധായകന്റെ CPIയിലെ അന്നത്തെ ഒരു നേതാവ് കൂടിയായ സഹോദരൻ എത്രയും പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് വരാൻ സംവിധായകനോട് നിർദ്ദേശിക്കുന്നത്. ഒരു ജഡ്ജിയുടെ മകളെ കാണാനായിരുന്നു ആ ക്ഷണം. പെണ്ണിനെ സംവിധായകന് ഇഷ്ടമായി. ജാതകപ്പൊരുത്തവും ഒക്കെ. വാക്കാൽ ഉറപ്പ് നൽകി സംവിധായകൻ മദ്രാസിൽ തിരിച്ചെത്തി. എന്നത്തെയും പോലെ പെണ്ണ് കണ്ടതും തനിക്ക് ബോധ്യപ്പെട്ടതും തന്റെ കാമുകയെ വിളിച്ചറിയിച്ചു. സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങളായിരുന്നു പിന്നീട് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത്. അപ്രതീക്ഷിത ട്വിസ്റ്റുകളുമായി അരങ്ങേറിയ ആ സിനിമാ വിവാഹത്തിന്റെ പിന്നാമ്പുറ കഥകൾ അടുത്ത എപ്പിസോഡിൽ കാത്തിരിക്കുക. നടി സീമയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ത്രസിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളെ കുറിച്ചുള്ളതിന്റെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.